ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഫെമി മുനീർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഈദിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പുഡിംഗ് റെസിപ്പിയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിലോ കുട്ടികൾക്ക് എന്തെങ്കിലും മധുരം കഴിക്കണമെന്ന് തോന്നിയാലോ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈ പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാനിലേക്ക് ഒരു 1/2 ലിറ്റർ പാൽ, 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം. പാൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പാൽ നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ഒരു 1/2 കപ്പ് തണുത്ത പാലിൽ നമ്മൾ 2 ടേബിൾ സ്പൂൺ നിറയെ കസ്റ്റർഡ് പൗഡർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. പാൽ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കസ്റ്റർഡ് പൗഡർ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. 1 ടീസ്പൂൺ വനില എസൻസും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാൽ തിളച്ച് വരുമ്പോൾ നമ്മൾ കസ്റ്റർഡ് ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും. അതുകൊണ്ടാണ് പാൽ തിളച്ചതിന് ശേഷം കസ്റ്റർഡ് ഒഴിക്കാൻ പറയുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതാ നന്നായിട്ട് കുറുകി വന്ന് 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാകും. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കസ്റ്റർഡ് വനില മിക്സ് തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മളൊരു പുഡിംഗ് ട്രേയിൽ ബ്രെഡ് നിരത്തി വെച്ച് കൊടുക്കണം. ബ്രെഡിൻ്റെ സൈഡ് ഭാഗം കളഞ്ഞിട്ട് നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ചൂടോട് കൂടി തന്നെ നമ്മൾ ഈ കസ്റ്റർഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കി കൊടുക്കണം. ചെറിയ ചെറിയ ബൗളിൽ ഞാൻ ഇതുപോലെ ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലും കസ്റ്റർഡ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണം. ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കാം. 1-2 ചെറിയ പഴം, ഒരു ചെറിയ ഉറുമാമ്പഴം, കുറച്ച് മുന്തിരി, ഒരു ചെറിയ മാങ്ങ, ഇതൊക്കെയാണ് ഞാൻ എടുത്തത്. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും എടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെറുതായി കട്ട് ചെയ്ത ഫ്രൂട്ട്സ് നമ്മുടെ ഈ ബ്രെഡിൻ്റെയും കസ്റ്റർഡിൻ്റെയും മുകളിൽ നമുക്ക് നിരത്തി ഇട്ട് കൊടുക്കണം. എല്ലാ ഭാഗത്തും നമുക്കിത് ഇട്ട് കൊടുക്കാം. എന്താ ഫ്രൂട്ട്സ് നിങ്ങളടുത്ത് ഉള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലിട്ട് കൊടുക്കാം. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഈന്തപ്പഴം മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കാഷ്യൂ നട്ട്സും കുറച്ച് ബദാമും, ഫ്രൂട്ട്സ് ഇതന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്താണ് ഉള്ളത് അത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉണക്ക മുന്തിരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അവിടെ മാറ്റി വെക്കാം. നമുക്കൊരു ജെല്ലി തയ്യാറാക്കി എടുക്കണം. സ്ട്രോബെറിയുടെ ജെല്ലിയാണ്. ഒരു 2 കപ്പ് വെള്ളം വെച്ചിട്ട് വെള്ളം ഒന്ന് തിളക്കുമ്പോൾ നമ്മൾ ജെല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ 1.5 പാക്കറ്റ് ജെല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാക്കറ്റിൽ പറയുന്നതിൽ അളവിൽ കുറച്ച് വെള്ളം കുറച്ചിട്ട്, ഒരു 1/2 കപ്പ് വെള്ളം കുറച്ചിട്ടാണ് നമ്മളിതിൽ എടുക്കുന്നത്. പെട്ടെന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി ഈ ഫ്രൂട്ട്സിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ജെല്ലി ഒഴിച്ചു കൊടുക്കുക. ഇത് മാർക്കറ്റിൽ നിങ്ങൾക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടും. ഏത് കളർ ഏത് ഫ്ലേവർ ജെല്ലി വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ വാങ്ങിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് സ്ട്രോബെറി ജെല്ലി
എടുത്തത്. ഫ്രൂട്ട്സ് നന്നായിട്ട് കവർ ചെയ്യുന്ന വിധത്തിൽ നമുക്ക് ജെല്ലി ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾ ഫ്രൂട്ട്സ് എടുക്കുന്നത് കൂടുതലാണെങ്കിൽ 2 പാക്കറ്റ് ജെല്ലി ആവശ്യമായിട്ട് വരും. അഥവാ ഫ്രൂട്ട്സ് കുറച്ചാണ് എടുക്കുന്നതെങ്കിൽ 1 പാക്കറ്റ് ജെല്ലി ഒഴിച്ചാൽ മതി. അപ്പോൾ അതൊന്ന് ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് കവറായിട്ട് കാണുമ്പോഴാണ് അത് ഒരു ഭംഗി ഉണ്ടാവുക തണുത്തതിന് ശേഷം. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഒരു 3-4 മണിക്കൂർ നമുക്ക് വെക്കാം, ജെല്ലി ഒന്ന് സെറ്റാവുന്നത് വരെ. നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡിയായി. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ഇതിന് വീട്ടിലുണ്ടാക്കി നോക്കണം. അതുപോലെ വീട്ടിൽ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇതുണ്ടാക്കി നോക്കണം. വിഷുവിനൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പുഡിംഗ് റെസിപ്പിയാണ്. ഇനി ഇത് മുറിച്ചിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്. പിന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.